നമസ്കാരം. പലവിധ സാമ്പത്തിക തട്ടിപ്പുകൾക്ക് ഇരകളാകുകയാണ് മലയാളികൾ. നിരവധി തട്ടിപ്പുകൾ പതിവാക്കിയവർ കേരളത്തിലേക്ക് പുതിയ തട്ടിപ്പുകളുമായി എത്തുകയും ചെയ്യുന്നു. അടുത്ത കാലത്തായി നിരന്തരം തട്ടിപ്പുകൾ നടക്കുന്നത് സൈബർ വഴിയിലൂടെയാണ്. വിർച്വൽ അറസ്റ്റ് രേഖപ്പെടുത്തി പണം തട്ടുന്നതടക്കം പതിവ് പരിപാടിയാണ്. കഴിഞ്ഞ 3 വർഷത്തിനിടെ സൈബർ കുറ്റവാളികൾ കേരളത്തിൽ നിന്ന് തട്ടിയെടുത്ത തുക കേട്ടാൽ ശരിക്കും കേരളം ഞെട്ടും. 1000 കോടിയിൽ പരം രൂപയാണ് സൈബർ കുറ്റവാളികൾ കേരളത്തിൽ നിന്ന് തട്ടിയെടുത്തത്. 2022 മുതൽ 2024 വരെയുള്ള കാലയളവിൽ സൈബർ കുറ്റവാളികൾ മലയാളികളുടെ 1021 കോടി രൂപയാണ് തട്ടിയെടുത്തത്. ഏറ്റവും കൂടുതൽ തട്ടിപ്പ് നടന്നത് കഴിഞ്ഞ വർഷമാണ്. 2024 മലയാളികളുടെ 763 കോടി രൂപയാണ് സൈബർ കുറ്റവാളികൾ തട്ടിയെടുത്തത് എന്ന് പോലീസ് കണക്കുകൾ വ്യക്തമാക്കുന്നു. 2022 48 കോടിയാണ് നഷ്ടമായത്. എന്നാൽ 2023 സൈബർ തട്ടിപ്പിൽ വീണ മലയാളികളുടെ എണ്ണം കുത്തനെ ഉയർന്നു. 2023 സംസ്ഥാനത്ത് വ്യാജ വാഗ്ദാനങ്ങൾ നൽകി 210 കോടി രൂപയാണ് തട്ടിയെടുത്തത്. 2024 ആകെ 41,426 പരാതികളാണ് രജിസ്റ്റർ ചെയ്തത്. 2024 നഷ്ടപ്പെട്ട പണത്തിന്റെ കാര്യത്തിൽ എറണാകുളം ജില്ലയാണ് മുന്നിൽ. എറണാകുളം ജില്ലയിൽ സൈബർ തട്ടിപ്പിലൂടെ 174 കോടി രൂപയാണ് നഷ്ടമായത്. 114 കോടി രൂപയുടെ നഷ്ടവുമായി തിരുവനന്തപുരമാണ് തൊട്ടുപിന്നിൽ. സൈബർ തട്ടിപ്പിലൂടെ ഏറ്റവും കുറവ് പണം നഷ്ടമായത് വയനാട് ജില്ലയിലാണ്. ജില്ലയിലുള്ളവരുടെ 9.2 കോടി രൂപ മാത്രമാണ് സൈബർ തട്ടിപ്പിലൂടെ നഷ്ടമായത്. 2022 മുതൽ നഷ്ടപ്പെട്ട ആകെ തുകയിൽ ഏകദേശം 149 കോടി രൂപ തിരിച്ചുപിടിച്ചതായും പോലീസ് കണക്ക് വ്യക്തമാക്കുന്നു. ഏറ്റവും കൂടുതൽ സൈബർ തട്ടിപ്പുകൾ നടന്ന 2024 തന്നെയാണ് ഏറ്റവും കൂടുതൽ തുക പിടിച്ചെടുത്തത്. ഈ കാലയളവിൽ പോലീസ് 76,000 വ്യാജ ഇടപാടുകൾ മരവിപ്പിക്കുകയും 107.44 കോടി രൂപ തിരിച്ചുപിടിക്കുകയും ചെയ്തു. 2024 2023 യഥാക്രമം 4.38 കോടി രൂപയും 37.16 കോടി രൂപയുമാണ് തിരിച്ചുപിടിച്ചത്. തട്ടിപ്പിന് ഇരയായവരിൽ 5-1 പേർ സ്വകാര്യ കമ്പനികളിലെ ജീവനക്കാരാണ്, അതായത് 19.5% പേർ. തുടർന്ന് പെൻഷൻകാർ, വീട്ടമ്മമാർ, ബിസിനസ്സുകാർ എന്നിങ്ങനെയാണ് കണക്ക്. 2024 സൈബർ അന്വേഷണ വിഭാഗം തയ്യാറാക്കിയ തട്ടിപ്പിന് ഇരയായവരുടെ കണക്കിലാണ് ഇക്കാര്യം പറയുന്നത്. ഏറ്റവും കൂടുതൽ പേർ ഇരകളായത് തൊഴിൽ തട്ടിപ്പിനാണ്. 35.34% പേരാണ് തൊഴിൽ തട്ടിപ്പിൽ വീണത്. ഓൺലൈൻ ട്രേഡിംഗ് തട്ടിപ്പാണ് തൊട്ടുപിന്നിൽ. കഴിഞ്ഞ വർഷം തട്ടിപ്പിനായി ഉപയോഗിച്ചിരുന്ന ഏകദേശം 50,000 സ്മാർട്ട് ഫോണുകൾ ഉപകരണങ്ങളും സൈബർ പോലീസ് കരിമ്പട്ടികയിൽപ്പെടുത്തി. സൈബർ സാമ്പത്തിക കുറ്റകൃത്യങ്ങളിൽ പങ്കാളികളായ 19,000 സിം കാർഡുകൾ, 31,000 വെബ്സൈറ്റുകൾ, 23,000 സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ എന്നിവയും ബ്ലോക്ക് ചെയ്തു.